ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ തൊലി കളയുന്നതാണ്. അപ്പോൾ ഒരു കത്തി പോലെ ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിതെങ്ങനെ ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളയാമെന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇതുപോലൊന്ന് അടർത്തിയെടുക്കുക. ഉണ്ട പോലെയുള്ളത് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാനുള്ളത് കൊണ്ട് തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും സെപ്പറേറ്റ് പാത്രത്തിലായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പം നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ചൂട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെളുത്തുള്ളിയുടെയൊക്കെ തൊലി എന്ന് പറയുന്നത് കുറച്ചധികം ഹാർഡാണ് ചെറിയുള്ളിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള തൊലിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു 15 മിനിറ്റ് അങ്ങ് വെച്ചേക്കുക. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരണ്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് ഞെരണ്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മതിയാവും അതിൻ്റെ തൊലിയൊക്കെ അടർന്ന് നമുക്ക് വെളുത്തുള്ളി സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടാവും നിങ്ങൾ. ഇപ്പോൾ ഇതാ തൊലി വേറെ വെളുത്തുള്ളി വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഞെരണ്ടുമ്പോൾ തന്നെ നമുക്കിത് ക്ലീനായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ വെളുത്തുള്ളി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എല്ലാം ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലിയുടെ വെള്ളം എന്ന് പറയുന്നത് വേസ്റ്റ് ആക്കേണ്ട. കറിവേപ്പിലക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പെറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കത്തി പോലും ഇല്ലാതെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മുടെ ഈ വെള്ളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനി ഒഴിവാക്കേണ്ട. നമുക്ക് കറിവേപ്പില അങ്ങനത്തെ ചെടികളൊക്കെ വീട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അതിൻ്റെ താഴെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതുപോലെ തന്നെയാണ് ചെറിയുള്ളിയുടെ കാര്യവും. അപ്പോൾ അതും കൈവച്ച് നന്നായിട്ടൊന്ന് ഞെരണ്ടി എടുക്കുകയെന്നുണ്ടെങ്കിൽ തൊലിയൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. പിന്നെ നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഇത്രയും തൊലി നമ്മൾ കളയുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഈ ചെറിയുള്ളിയുടെ മുകൾ ഭാഗം ഒന്നും മുറിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മുറിച്ചതാണെങ്കിൽ അതിലും സ്പീഡിലായിട്ട് തൊലിയൊക്കെ കളയും. ഇതിപ്പം നമ്മൾ 2-3 ദിവസത്തേക്ക് വെക്കുന്ന ഉള്ളിയാണെങ്കിൽ ഇതുപോലെ മുകൾ ഭാഗം കട്ട് ചെയ്യാതെ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ഇന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിടുക എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വേഗം തന്നെ തൊലിയൊക്കെ കളഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ചെറിയുള്ളിയുടെയും ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടിയൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്ത് വെക്കുകയാണ് നമ്മുടെ കറിവേപ്പിലക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇതും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തായാലും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.